സാഹിത്യചോരണ വിവാദത്തിൽ കെ.ആർ. മീരയുടെ വിശദീകരണത്തോട് പ്രതികരിക്കുകയാണ് നോവലിസ്റ്റ് ഹരിത സാവിത്രി. സാഹിത്യമോഷണത്തെക്കുറിച്ച് പൊതുവായ ഒരു പോസ്റ്റ് നോവലുമായി ബന്ധപ്പെടുത്തി വിവാദമാക്കിയവരാണ് പ്രശ്നം വഷളാക്കിയത്. തന്നോടുള്ള അകാരണമായ വെറുപ്പ് അതിനു പിന്നിലുണ്ട്. മലയാളത്തിലെ ഒരു നിരൂപകൻ തന്റെ നോവലിനെ രാഹുൽ മാങ്കൂട്ടത്തിലുമായാണ് ഉപമിച്ചത്. ഉത്തരവാദപ്പെട്ട നിരൂപകന്റെ ഭാഷയാണോ അത്? വിവാദം നീട്ടിക്കൊണ്ടുപോകണമെന്ന ആഗ്രഹമില്ലെന്നും ഹരിത സാവിത്രി മീഡിയ വണിനോട് പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്ര മാത്രമാണ്. ഞാൻ പുസ്തക മോഷണത്തെ കുറിച്ചിട്ട് പൊതുവായാണ് ഒരു പോസ്റ്റ് ഇട്ടത്. ഞാൻ ആരെക്കുറിച്ച് ഒന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. കമൻറ്റുകളിൽ പോലും ചിലർ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. ഇത് പ്രശ്നം വന്നത് മിസ്റ്റർ ബിജി ഡാനിയലിൻ്റെ പോസ്റ്റോട് കൂടിയാണ്. അത് ആരും കാണില്ലായിരുന്നു. കുറച്ച് ഫേസ്ബുക്ക് സർക്കിളിലെ കുറച്ച് ചർച്ചകളൊക്കെ ആയിട്ട് അതങ്ങ് മുങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ അത് കുത്തിപ്പൊക്കിയത് ഈ രാധിക സി നായരാണ്. അതിന് കൂടുതൽ വഷളാക്കിയത് രാധിക സി നായരുടെ ഭർത്താവ് പി കെ രാജശേഖരൻ എൻ്റെ പുസ്തകത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നടന്ന കാര്യങ്ങളാണ്. വളരെ മോശമായ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കെ.ആർ. മീരയും ഹരിത സാവിത്രിയും അല്ല ഇതിനകത്ത് ഈ വിവാദം ഇത്രയും എത്തുന്നതിന് കാരണമായത്. ഇതിന് കാരണമായത് പി കെ രാജശേഖരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധിക സി നായരുമാണ് ഇത് ഇത്രയും വഷളാക്കിയത്. 2026 ജനുവരി ആദ്യമാണ് ഞാൻ കലാച്ചി വായിക്കുന്നത്. വളരെ ആവേശത്തോടെയാണ് കലാച്ചി ഞാൻ വായിക്കാനെടുത്തത്. എന്നുവെച്ചാൽ എനിക്ക് അവരുടെ നോവലുകളെ കുറിച്ചിട്ട് എനിക്ക് അത്ര അറിയില്ല. ഞാൻ അധികമൊന്നും വായിച്ചിട്ടില്ല. ഞാൻ ആരാച്ചാർ മാത്രമേ വായിച്ചിട്ടുള്ളൂ. പക്ഷേ അവരുടെ ചെറുകഥകൾ ധാരാളം എഴുതിയിരുന്ന സമയത്ത് ഞാൻ അവയൊക്കെ വായിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വാങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണത് വായിക്കാൻ തുടങ്ങിയത്. ആ ആവേശത്തിൽ ഞാൻ പുസ്തകം വായിച്ചു തുടങ്ങിയ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. അപ്പോൾ അതിന് താഴെ ശ്രീമതി മീര വന്നിട്ട് ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ എന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു. പക്ഷേ പിന്നീടുള്ള ഭാഗങ്ങളിൽ, അതായത് ഫിദയുടെ യാത്ര ആരംഭിച്ചപ്പോൾ ഇത് എൻ്റെ സീതയുടെ യാത്രയുമായി സാമ്യമുണ്ടല്ലോ എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷെ ഞാൻ ആ കാര്യം ആരോടും പറഞ്ഞില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും ഞാനത് പങ്കുവച്ചില്ല. അത് വായനക്കാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായനക്കാർ കണ്ടെത്തും എന്നായിരുന്നു എൻ്റെ വിശ്വാസം. ആ മാസം തന്നെ അവസാനം ശ്രീമതി കെ.ആർ. മീരയെയും അവരുടെ ജീവിത പങ്കാളിയെയും ഞാൻ ഫെസ്റ്റിവൽ വെച്ച് കണ്ടു. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരോട് ഇടപെട്ടു. ഈ വിവാദം അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ രാധിക സി നായരുടെ പ്രേരണ മൂലം എനിക്ക് എൻ്റെ ഭാഗം പറയേണ്ടി വന്നു. ശ്രീമതി കെ.ആർ. മീര വന്നിട്ട് അവരുടെ ഭാഗം അവർ പറഞ്ഞു. അപ്പോൾ അതിനുള്ള എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇന്ന് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താകുമെന്ന് എനിക്കറിയില്ല. എനിക്കിത് മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകണമെന്നൊന്നും ഒരാഗ്രഹവുമില്ല. എനിക്ക് സമാധാനമായിട്ട് ജീവിക്കുക, ബാക്കിയുള്ള കാലം എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. വിവാദം ഉണ്ടായതിൻ്റെ പിന്നിൽ സ്ഥാപിത താല്പര്യക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എന്നോടുള്ള വെറുപ്പ് ഈ വിവാദത്തിൻ്റെ പിന്നിലുള്ള ഒരു കാരണമാണ്. അകാരണമായ വെറുപ്പെന്ന് തന്നെ പറയണം. ശ്രീ പി കെ രാജശേഖരൻ സിന്നിനെ ഉദ്ദേശിച്ച് KLFൻ്റെ വേദിയിലിരുന്ന് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ച് പുച്ഛിച്ച് സംസാരിക്കുന്നതിലൂടെയാണ് ഇദ്ദേഹത്തിന് എന്നോട് ഇത്രയും വെറുപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഈ പി കെ രാജശേഖരൻ എന്നൊരാൾ തന്നെ മലയാള സാഹിത്യത്തിലുണ്ട് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇന്ത്യയിലും സ്പെയിനിലുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഈ സാഹിത്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടാൻ മാത്രമല്ല, ഞാൻ ഈയിടെയാണ് എഴുതി തുടങ്ങിയത്. 8 വർഷമേ ആയുള്ളൂ ഞാൻ എഴുത്തിലേക്ക് വന്നിട്ട്. എനിക്ക് പരിചയക്കാർ സാഹിത്യരംഗത്ത് കുറവാണ്. ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അന്വേഷിക്കുന്നത് ഇതാരാണെന്ന്. അപ്പോഴാണ് അറിഞ്ഞത് ഇദ്ദേഹം മലയാളത്തിലെ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു നിരൂപകനാണ് എന്ന്. അപ്പം ഞാനത് ആ ഭാഗം എടുത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എന്ന് വെച്ചാൽ സാഹിത്യത്തിൽ അതിർത്തികൾ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഏത് രാജ്യത്തിലായാലും എന്താ, മനുഷ്യരുടെ ഇമോഷൻസ്, മനുഷ്യരുടെ ജീവിതം എല്ലായിടത്തും ഒരുപോലെ തന്നെയല്ലേ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ.
പിന്നെ അത് ഫാസിസത്തിനെതിരെയുള്ള ഒരു പുസ്തകമാണ്, വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു പുസ്തകമാണ്. അത് മതം ഉപയോഗിച്ചിട്ട് ഭരണം പിടിക്കുന്നതിനെതിരെയുള്ളൊരു പുസ്തകമാണ്. ഇതൊക്കെയായിരിക്കണം അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ചത്. എനിക്കറിയില്ല എന്താണ് കാരണമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ഷേപം പലയിടത്തും തുടർന്നു. അവസാനം അത് മീരേച്ചിയുടെ കലാച്ചിയെ മഹാത്മാഗാന്ധിയായും എൻ്റെ സിന്നിനെ രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ടും ഉപമിക്കുന്ന അവസ്ഥയിൽ വരെ അത് ഇകഴ്ത്തൽ എത്തിച്ചേർന്നു. ശ്രീമതി KR മീരയുമായിട്ട് ഇനിയൊരു ഈ വിഷയത്തെക്കുറിച്ചൊരു സംഭാഷണം സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഈ രാധിക സി നായരുടെ അതേ പ്രസ്താവനയെ കടമെടുക്കുന്ന രീതിയിലാണ് അവരുടെ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് രാധിക സി നായർ പറഞ്ഞതുപോലെ 2020 പ്രസിദ്ധീകരിച്ച കലാച്ചിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് 2022 പുറത്തു വന്ന സിൻ ഞാൻ എഴുതിയിരിക്കുന്നത് എന്നുള്ള രീതിയിലൊരു പ്രസ്താവന അവരുടെ പോസ്റ്റിലുണ്ട്. അപ്പോൾ ഞാൻ എന്നാണ് ഈ വർക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ട് അവതാരിക എഴുതാൻ മാധവൻ സാറിന് കൊടുത്തത് എന്നൊക്കെ ഞാൻ ആദ്യത്തെ പോസ്റ്റിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അങ്ങനെ ഈ രാധിക സി നായരെ പോലെയൊക്കെയുള്ള ഒരാളുടെ പ്രസ്താവനയെ ആ രീതിയിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ പറഞ്ഞു ഈ അടുത്ത് എഴുതി തുടങ്ങിയ ഒരു തുടക്കക്കാരിയായ ഒരു എഴുത്തുകാരിയുടെ ആദ്യത്തെ പുസ്തകത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതും ഈ രാധിക സി നായരുടെ നക്ഷത്രത്തോടും പുൽക്കൊടിയോടുമുള്ള ഉപമയുടെ ചുവട് പിടിച്ചിട്ടുള്ള വാചകമാണ്. അപ്പോൾ അവരുടെ പുസ്തകം ആരൊക്കെ വായിച്ചു, മുൻ മന്ത്രി പി രാജീവ്, അങ്ങനെ കുറേ പ്രശസ്തരുടെ പേരുകൾ അതിൽ ഞാൻ കണ്ടു. എൻ്റെ പുസ്തകം അങ്ങനെ വായിക്കുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അധികം പ്രശസ്തരൊന്നും വായിച്ചിട്ടില്ല. പക്ഷേ വായിക്കേണ്ടവരൊക്കെ വായിച്ചിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രശസ്തരോ ഈ നിരൂപകരോ ഒന്നും അല്ല ഒരെഴുത്തുകാരിയെ ഉണ്ടാക്കുന്നത്. ഒരെഴുത്തുകാരി നിലനിൽക്കണോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയുടെ ഭാവി എന്താണ് എന്ന് തീരുമാനിക്കുന്നത് അത് വായനക്കാരാണ്, സാധാരണ വായനക്കാർ. അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ ഉത്തരവാദിത്തമുള്ള ഒരു നിരൂപകൻ ഈ ഭാഷയിലാണോ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് സംശയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു അറിയപ്പെടുന്ന പോവേർട്ടാണ്. അദ്ദേഹം നിർബന്ധിച്ച് കാമുകിമാരെ കൊണ്ട് അബോർട്ട് ചെയ്യിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങുകയും ഒരു സെക്ഷൽ പ്രിഡേറ്ററിനെ പോലെ പെരുമാറുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ, സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ, അയാളെപ്പോലെയാണ് എൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെയൊക്കെ ഇതാണോ ഒരു നിരൂപകൻ്റെ ഭാഷ? എനിക്കറിയില്ല. ചിലപ്പോൾ അത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എം കൃഷ്ണൻ നായരനെയൊക്കെ നമുക്ക് ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്, പല ലേഖനങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം നിശിതമായി വിമർശിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇത്തരം തരംതാണ വർത്തമാനങ്ങൾ പറയുമായിരുന്നില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്. സിൻ എഴുതാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ മൈനോറിറ്റീസിന് വിവിധ രാജ്യങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലുമുണ്ട് ഈ പ്രശ്നം, മറ്റ് വിവിധ രാജ്യങ്ങളിലുണ്ട്. ടർക്കിയിൽ പല മൈനോറിറ്റീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കുർദുകൾ. ഞാൻ സ്പെയിനിലുണ്ടായിരുന്ന സമയത്താണ് അവരൊരു വലിയ വംശഹത്യ നേരിടേണ്ടി വന്നത്. പക്ഷേ ഈ കാര്യം യൂറോപ്പിനോട് വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ടർക്കി. പക്ഷേ യൂറോപ്പിൽ താമസിച്ചിരുന്ന വാർത്തകളൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുമായിരുന്ന നമ്മളാരും ആ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞില്ല. ആ വിഷയത്തെ എങ്ങനെ തമസ്കരിച്ചു എന്ന് പിന്നീട് മനസ്സിലായപ്പോഴാണ് ഞാൻ അവിടെ പോയി കാര്യങ്ങൾ കണ്ട് ഈ കഥ ഒരു നോവലായിട്ട് എഴുതണമെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ടെന്നാൽ ഈ അടിച്ചമർത്തലിൻ്റെ ഭാഗമായി അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ അവിടെയുള്ള ജനങ്ങൾക്ക് അവകാശമില്ല. അത് രാജ്യദ്രോഹമായി ചിത്രീകരിക്കുകയും പിന്നെ അവർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. പുറത്തുള്ള ഒരാൾക്കാകുമ്പോൾ അത് എഴുതാൻ കഴിയുമല്ലോ എന്ന് കരുതിയാണ് ഞാനിത് എഴുതാൻ പുറപ്പെട്ടത്.